നീലാംബരി രചന നീലാംബരി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എൻ ഊഞ്ഞേരി ACP റയാൻ മുഹമ്മദ് ദാർസലാം പാന്റിന്റെ ബെൽറ്റ് ഒന്ന് നേരെയാക്കി അവൻ വേഗത്തിൽ മുന്നോട്ട് നടന്നു. ഒപ്പം ബാക്കിയുള്ള പോലീസുകാരും. ഹാളിലേക്ക് കടന്നു വന്ന പോലീസ് ഉദ്യോഗസ്ഥരെക്കാണ് ജാൻ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് ACP റയാന്റെ അടുത്തേക്ക് നടന്നു. ഒപ്പം കിരണും. ഇരുവരും അദ്ദേഹത്തിന് ഷെയ്ക്ക് ഹാൻഡ് നൽകി സ്വയം പരിചയപ്പെട്ടു. ഹായ്, കിരൺനാഥ് മേനോൻ. ഹലോ, റയാൻ മുഹമ്മദ് ദാർസലാം, ട്രിവാൻഡ്രം സിറ്റി പോലീസ് കമ്മീഷണറാണ്. കാളിയുടെ അനുയായികളുടെ അടുത്തേക്ക് നടന്ന എല്ലാവരും റയാൻ കാലിയെ തൂക്കി ഉയർത്തി പോലീസുകാർക്ക് നേരെ എറിഞ്ഞു. ബാക്കിയുള്ളമാരെ വണ്ടി കയറ്റ്. ശേഷം മേനോൻ ഫാമിലിക്ക് നേരെ തിരിഞ്ഞ അവൻ. ഇയാൾ ഒരു കൊടും ക്രിമിനലാണ്. ദിവസങ്ങളായിട്ട് ഇയാൾ ഒളിവിലായിരുന്നു. അതിനു മുമ്പ് മെന്റൽ ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റിലായിരുന്നു. ആഫ്രിക്കയിൽ വെച്ച് ഒരു ഇന്ത്യൻ സിറ്റിസനെ ഇയാൾ കൊലപ്പെടുത്തി. ദി ലീഗൽ പ്രൊസീജിംഗ് ഫോർ ദാറ്റ് മർഡർ ആർ ബീങ് ഹാൻഡിൽഡ് ത്രൂ ദി എംബസി. എനിവേ, താങ്ക് യു വെരി മച്ച് ഫോർ ഹെൽപ്പിംഗ് അസ് വിത്ത് ഇൻഫർമേഷൻ അബൌട്ട് ദിസ് ഗായ്. കൊലക്കുറ്റം ഒളിപ്പിക്കാൻ മെന്റൽ ഹോസ്പിറ്റൽ കൊണ്ടിട്ടെന്നാ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതിനിടയില ഈ ബാസ്റ്റിനും മെന്റൽ ഹോസ്പിറ്റൽ ഡോക്ടറെ രണ്ട് വാൻഡ്രൈമാരെയും ക്രൂരമായിട്ട് ആക്രമിച്ച് കൊല്ലാൻ തന്നെയായിരുന്നു എന്റെ ഉദ്ദേശം. പക്ഷെ ഭാഗ്യം കൊണ്ട് അവർ രക്ഷപ്പെട്ടു. ഡോക്ടർ ഇപ്പോഴും ട്രിവാൻഡ്രം MCHൽ ചികിത്സയില്ല. നോ മിസ്റ്റർ ACP, ദിസ് കേസ് റിയലി എ സൈക്കോപാത്ത്. അതുകൊണ്ട് മാത്രമാണ് ഇവനെ കൊല്ലാൻ ഞാൻ വെറുതെ വിട്ടത്. പോലീസുകാരുടെ കയ്യിൽ കിടന്ന് കുതിർന്ന കാലികേനെ നോക്കിയാണ് ജാനവ് പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് ഇയാളെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല മിസ്റ്റർ ജയ് ശിവനാഥ് മേനോൻ. ഇയാളുടെ ഫാമിലിയുടെ ഹിസ്റ്ററി പരിശോധിച്ച് വരികയായിരുന്നു ഞങ്ങൾ. ഒരു ACP ആയിരുന്നിട്ട് കൂടി സ്പോട്ടിൽ ഞാൻ നേരിട്ട് വന്നത് അതുകൊണ്ട് തന്നെയാണ്. ഇഫ് യു ഡോണ്ട് മൈൻഡ്, യു ഷുഡ് എക്സ്പ്ലെയിൻ ഹൗ യു ഗോട്ട് ഹിയർ ആൻഡ് വാട്ട് ഈസ് റിലേഷൻഷിപ്സ് യുവർ ഫാമിലി. നിങ്ങൾക്ക് അതിനുള്ള ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് നാളെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഓഫീസ് വരെ ഒന്ന് വരേണ്ടി വരും. ഇപ്പോൾ ഒരു ചടങ്ങടക്കയല്ലേ. ഷുവർ മിസ്റ്റർ ACP, വി വിൽ ബി അറ്റ് യുവർ ഓഫീസ് ടുമോറോ. കിരൺ തന്നെയാണ് ACP റയാൻ അങ്ങനെ ഒരു ഉറപ്പ് നൽകിയത്. പക്ഷേ നീലാംബരിയുടെ നെഞ്ചിലൊരു കൊള്ളിയാൻ മിന്നി. കാലിയുടെ ഫാമിലി ഹിസ്റ്ററി ചികഞ്ഞു പോയാൽ ഉറപ്പായും ചെന്നെത്തുക മേലാറ്റൂർ മനയിലായിരിക്കും. അച്ഛന്റെ മരണം പുറത്തു വന്നാൽ ഒരുപക്ഷെ തന്റെ മുത്തച്ഛനും അമ്മയും ടീച്ചർ അമ്മയും ഉൾപ്പെടെ പ്രതിസ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അവർ കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ പോലും എല്ലാം മറച്ചു വെച്ചവരാണ്. അച്ഛനെ അന്വേഷിച്ച് നടന്ന താൻ തന്നെ ഇപ്പൊ അച്ഛന്റെ മരണം പുറത്തു വരുതെന്ന് ആഗ്രഹിക്കുന്നു. ആൾക്ക് എത്രയും വേഗം തറവാട്ടിലേക്ക് പോവാൻ തോന്നി. തന്റെ അമ്മയെ ചേർത്ത് പൊതിഞ്ഞ് പിടിക്കാൻ തോന്നി. ഒരു വേള റയാന്റെ നോട്ടം നീലാംബരിയിലൊന്ന് ഉടക്കി. കിരണും ജാനും വിവാഹാശംസകൾ നൽകി റയാൻ കാലിയും കൊണ്ട് യാത്രയായി സൂര്യാങ്കുരം ഏകയായി നീലാംബരം ആർദ്രമാം സ്നേഹം തേടി. നീലാംബരിയെ ചേർത്ത് പിടിച്ച് കിരൺ കളിയാക്കി പാടുമ്പോൾ അവൾ അവനെ നിറകണ്ണുകളോടൊന്ന് നോക്കി. നീലാംബരി അവനെ മുറുകെ കെട്ടിപ്പിടിച്ചു. അവനെ തൊട്ടും പ്രതീക്ഷിച്ചില്ല. ഹാളിലേക്ക് പോലീസ് കടന്നപ്പോഴേ ഓടി രക്ഷപ്പെട്ടതാണ് അശ്വിനും കൂട്ടരും. അപ്പൊ ഈ ബാക്കി വന്ന ഈ 2 ഗ്ലാസ് വായിച്ച ആർക്കാടാ? ജയേന്ദ്രൻ ചോദിച്ചു. കിരൺ വെറുതെ ഒന്ന് ചിരിച്ചു. എന്നിട്ട് ഒളി കണ്ടിട്ട് ആവണിയെയും മാധവിയെയും നോക്കി. അതിന് ജയേന്ദ്രൻ ഒന്ന് ഇരുത്തി നോക്കി. ശ്രീനി ഓർത്താ പാതകം ചെയ്യേണ്ടത്. വല്ലാത്തൊരു ഭാഗത്തിൽ നിൽക്കുന്ന സ്ത്രീയെ ജാൻ വലിച്ച് നെഞ്ചിലേക്ക് ഇട്ടു. ഒരു പൊട്ടിക്കരച്ചിലായിരുന്നു അവരിൽ ഉണ്ടായത്. എല്ലാം കണ്ടും കേട്ടും കടിച്ചു പിടിച്ചെന്നാണ് ഇത്രയും നേരം. അത് മനസ്സിലാക്കി തന്നെയാണ് ജാന്റെ ചേർത്ത് പിടിക്കലും ഉണ്ടായത്. അവരുടെ നെറുകയിൽ ചുംബിച്ചുകൊണ്ടിരുന്നു ജാൻ. സ്ത്രീ അവനെ മുറുകെ കെട്ടിപ്പിടിച്ചു. ആ അമ്മയുടെ ഉള്ളിലും കാലിയുടെ തോക്കിനുമ്പിൽ നിന്ന ജാന്റെ രൂപം തന്നെയായിരുന്നു. കരയാനും വിയർക്കാനൊന്നും വയ്യാതെ ലൂക്കയും കാവ്യയും തോളോട് തോൾ ചേർന്ന് നിന്നു. ഇങ്ങനെ ഒരു കല്യാണം കൂടാൻ യോഗം വേണം, ഒരു പിടപ്പോടെ വേണം വിവാഹം ആസ്വദിക്കാമെന്ന് ശ്രീയമ്മ നേരത്തെ പറഞ്ഞപ്പോ എന്റെ ഹൃദയം DJ പാർട്ടി നടത്തുന്ന ഞാൻ കരുതിയില്ല. എന്റെ ലൂക്ക ഒരു 1.5 പെടപ്പായി പോയി. കാവ്യ പറയുമ്പോൾ ലൂക്ക ഒരു ദീർഘശ്വാസം എടുത്തു. മാധവി ആവണിയെ നോക്കി. വല്ലാത്ത മടുപ്പ് പോലെ. കയ്യിൽ നിൽക്കില്ലെന്നൊരു തോന്നൽ. ഒന്നും വേണ്ടിയിരുന്നില്ല. മോളെ, നമുക്ക് ഈ ബന്ധം വേണോ? നമ്മൾ കൂട്ടിയാ കൂടുതൽ തോന്നുന്നില്ല. അവനും അവളും ഒരു കാലത്തും പിരിയാൻ പോകുന്നില്ല. മാധവി ഒരു ദീർഘശ്വാസം എടുത്ത് പറഞ്ഞു. മമ്മി, പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാ? എനിക്കൊരു ജീവിതം വേണ്ടേ? ഉടനെ നിനക്കൊരു പയ്യനെ നോക്കാൻ നിന്റെ പപ്പയോട് പറയാം. എന്താ? അല്ലാതെ ഈ ചക്കൻ്റെ നടക്ക് പോയില്ല. മിക്കവാറും ഞാനും നിന്റെ ഏട്ടനൊക്കെ ഇവന്റെ കൈ കൊണ്ട് ചാവും. പപ്പ കണ്ടുപിടിക്കാൻ മമ്മീനെ ഞാൻ കെട്ടിക്കോ. ഒരു ദരിദ്രവാസിയായ പപ്പ വിചാരിച്ച ഇപ്പൊ കിട്ടും എനിക്ക് ഇതുപോലൊരു ബന്ധം. എനിക്ക് ഒരു തന്നെ വീട്ടിൽ പോയി പണിയെടുക്കാൻ വയ്യ. അതിനൊരു സമ്മണിലേക്ക് ജാൻ. അല്ല, അവന് തന്നെ വേണം. എനിക്ക് അവന്റെ കൂടെ, അവന്റെ വീട്ടിൽ, അവന്റെ ബെഡ്റൂമിൽ അവന്റെ പെണ്ണായിട്ട് രാജ്ഞിയെ പോലെ ജീവിക്കണം മമ്മി. ഞാൻ ഒത്തിരി സ്വപ്നം കണ്ടുപോയി. ഈ രണ്ടിനെ ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിക്കില്ല ഞാൻ. മമ്മി നോയിക്കോ, ഇനി കളിക്കാൻ പോകുന്നത് ഞാനാ. ആവണിയുടെ മുഖം ക്രൂരമായി തിളങ്ങി. ഭക്ഷണം കഴിഞ്ഞ് 3 മണിയോടെ എല്ലാവരും മാൻഷനിലെത്തി. നിലവിളക്ക് നൽകി നീലാംബരിയും കാവ്യയും സ്വീകരിച്ചത് കനകവും നിർമ്മലയുമാണ്. കൃത്യം 6 മണിക്ക് തന്നെ ആലപ്പുഴയിലെ ബീച്ച് റിസോർട്ടിൽ എത്തേണ്ടതിനാൽ എല്ലാവരും വേഗം തന്നെ റെഡിയായി. ഓർഫനേജിലെ കുട്ടികൾക്കൊപ്പം ആഘോഷിക്കാൻ പോകുന്നതിനാൽ തന്നെ സിമ്പിൾ വസ്ത്രങ്ങളായിരുന്നു എല്ലാവരും ധരിച്ചത്. അപ്പോഴും കാവ്യക്ക് താൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് യാതൊരു ഐഡിയ ഇല്ലായിരുന്നു.
നിർമ്മലയും രാമഭദ്രനും രാധികയും ഒഴികെ മാൻഷനുള്ളവർ മാത്രം 3 ഓഡി കാറുകളായി ആലപ്പുഴയിലേക്ക് യാത്ര തിരിച്ചു. ജാൻ ഡ്രൈവ് ചെയ്തിരുന്ന കാറിൽ ശ്രീയും കാവ്യയും നിലയും പുറകിലും കിരൺ കോ ഡ്രൈവർ സീറ്റിലുമായിട്ടാണ് ഇരുന്നത്. യാത്രയിലുടനീളം നീലാംബരിയുടെ മനസ്സാ കലുഷിതമായിരുന്നു. അരുതാത്തെന്തോ സംഭവിക്കാൻ പോകുന്ന പോലെ അവൾക്ക് തോന്നി. കണ്ണടക്കുമ്പോൾ പോലീസും നാട്ടുകാരും വളഞ്ഞിരിക്കുന്ന തറവാട് എന്നോ കണ്ട ഒരു ദുസ്വപ്നം പോലെ അവളുടെ തലച്ചോറിനെ കാർന്ന് തിന്നു. മുന്നിലിരുന്ന് ഡ്രൈവ് ചെയ്യുമ്പോഴും റിയർ വ്യൂ മിററിലൂടെ ജാൻ അവളെ നോക്കുന്നുണ്ടായിരുന്നു. സീറ്റിൽ ചാരിയിരുന്ന് കണ്ണുകൾ മുറുകെ അടച്ചിരിക്കുമ്പോൾ ശ്രീയുടെ മനസ്സിൽ ഓരോരോ ചിന്തകളായിരുന്നു. ആ മൗനം ഭേദിച്ചുകൊണ്ട് ശ്രീ തന്നെ സംസാരിച്ചു തുടങ്ങി. ഉണ്ണിക്കുട്ട, നിനക്കറിയാലോ, കിരണിന്റെ മാരേജ് കഴിഞ്ഞാലൂടെ നിങ്ങളുടെ മാരേജിന് മുമ്പ് നിലയുടെ വീട്ടിൽ പോയി എല്ലാവരെയും കണ്ട് സംസാരിക്കണമെന്നാ ഞാൻ കരുതിയിരുന്നു. പക്ഷെ നമുക്കത് പറ്റിയില്ലെന്ന് മാത്രമല്ല, ചെയ്ത് കുറച്ച് കടന്നും പോയി. ഒരു രജിസ്റ്റർ മാരേജോ ചെറിയ രീതിയിലുള്ള താലികെട്ടോ ആയിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും വിഷമം ആവില്ലായിരുന്നു. ഇതിപ്പോൾ ഇത്രയും വലിയ രീതിയിൽ തന്നെ വിവാഹം നടത്തിയപ്പോൾ, അതും തറവാട്ടിൽ നിലമോട് അമ്മയോട് പോലും അനുവാദം ചോദിക്കാതെ, എനിക്കെന്തോ നമ്മൾ എടുത്തിയാടിയ പോലെ ഒരു തോന്നൽ. ജാനൊന്നും മിണ്ടിയില്ല. ഈ വിവാഹവും കാലിക്കുള്ള ട്രാപ്പുമെല്ലാം ജാന്റെ പദ്ധതി പ്രകാരമായിരുന്നു. വിവാഹം കഴിഞ്ഞിട്ട് മണിക്കൂറുകൾ കഴിയുമ്പോൾ മാൻഷനുള്ള ആരും തന്നെ പരസ്പരം ഇതിനെക്കുറിച്ച് സംസാരിക്കുകയോ ആരെയും കുറ്റപ്പെടുത്തുകയോ ചെയ്തില്ല. ഏയ്, അങ്ങനെയൊന്നുമില്ല ശ്രീയമ്മ. ഞാൻ നേരത്തെ വിളിച്ച് ഭദ്രാമ്മയുടെ കാര്യങ്ങൾ പറഞ്ഞു. അമ്മ ഹാപ്പിയാ. അവളെ അമ്മയെ കാണുമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നത്. ഫോൺ വഴി സംസാരിക്കാൻ കൂടി കൂട്ടാക്കിയില്ല ഇവള്. ഇവൾക്ക് നേരിട്ട് പോയി കണ്ട് മാപ്പ് പറഞ്ഞ അനുഗ്രഹമാണ് പോലും. കിരൺ പറയുമ്പോൾ ശ്രീനിലയെ അലിവോടെ നോക്കി. കണ്ണൊക്കെ നിറച്ച് പുറത്തേക്ക് നോക്കി ഒരേ ഇരിപ്പാണ്. ഒന്നും മിണ്ടുന്നില്ല. അവളുടെ മനസ്സിനരട്ടുന്ന ചിന്തകൾ അതിനേക്കാൾ വലുതാണെന്ന് ആരും അറിഞ്ഞതുമില്ല. ഒരു കല്യാണം നടന്നൊരു ഫീലില്ലല്ലോ. എനിക്ക് ആവി വാ തുറന്ന് 2 ചളിവറയടി. കിരൺ മുന്നിലേക്ക് ഇരുന്ന് അലറിയതും ശ്രീ അവന്റെ തലക്കിട്ട് കൊട്ടി. ഓണർത്താതെടാ, ഉറക്ക. എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിച്ച് ഉറങ്ങിയതാ പാവം. അത് കേട്ട് കിരൺ തിരിഞ്ഞു നോക്കി. കാവ്യ സീരിയൽ ചാരി കിടന്ന് നല്ല ഉറക്കമാണ്. അവന്റെ മുഖത്ത് ഒരു ചിരിമിന്നി. 6 മണിയോടടുത്തു അവൾ റിസോർട്ടിലെത്തിയപ്പോൾ കാവ്യയെ കിരൺ തന്നെയാണ് വിളിച്ചുണർത്തി കാറിൽ നിന്ന് പിടിച്ചിറക്കിയത്. കോൺവെന്റിലും ഓർഫനേജിലും ഒക്കെ ഉള്ളവർ അവിടെ ഉണ്ടായിരുന്നു. പുതുവസ്ത്രമണിഞ്ഞെത്തിയ എല്ലാവരെയും കണ്ട് കാവ്യയുടെ കണ്ണ് നിറഞ്ഞു. അവരെ സ്വീകരിക്കാൻ പുഞ്ചിരിയോടെ അന്ന സിസ്റ്റർ മുന്നിലുണ്ടായിരുന്നു. ഓടിച്ചെന്ന് അന്ന സിസ്റ്ററിനെ അവൾ ചുറ്റിപ്പിടിച്ചു. അവരുടെയും കണ്ണുകൾ നിറഞ്ഞു. കയ്യിലൊരു കോൺ ഐസ്ക്രീമായി ഓടി വന്ന കുഞ്ഞു കാർത്തിയെ കാവ്യ എടുത്തുയർത്തി ഇരുകവളിലും മാറി മാറി ചുംബിച്ചു. മുൻനിരയിലെ പല്ലുകൾ അടർന്ന മോണകാട്ടിയുള്ള കുഞ്ഞു കാർത്തിയുടെ ചിരിയിൽ നിഷ്കളങ്കമായ ആ മുഖത്തേക്ക് കാവ്യ അലിവോടെ നോക്കി. കാവ്യേച്ചി, ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞോ? ആരാ ചെക്കൻ? ഐസ്ക്രീം നുളഞ്ഞോട് സംശയം ചോദിക്കാണ് കാർത്തി. ഞാനാടാ മുത്തേ, ഇഷ്ടമായ നിനക്ക്? കിരൺ അടുത്തേക്ക് വന്ന് അവനോട് പറഞ്ഞു. അങ്കിളാണ് ചേച്ചിയെ കല്യാണം കഴിച്ച്? അങ്കിളോ? ഞാൻ മിണ്ടില്ല. ഇവള് നിന്റെ ചേച്ചിയും ഞാൻ നിന്റെ അങ്കിളും. ഇതെവിടുത്തെ ന്യായാടാ? കിരണും ചുണ്ടി വിളിക്ക് പറഞ്ഞു. അതിന് കുഞ്ഞു കാർത്തി കുടുകൂടെ ചിരിച്ചു. ഇങ്ങോട്ട് വാടാ കൊച്ചുണ്ടാ പ്രീ. കാവ്യയുടെ കയ്യിൽ നിന്ന് കിരൺ കാർത്തിയെ പൊക്കിയെടുത്തുകൊണ്ട് അവൻ ഇക്കിളിയോടി ചിരിപ്പിക്കാൻ തുടങ്ങി. കാവ്യയുടെ കണ്ണും മനസ്സും ഒരുപോലെ നിറഞ്ഞു. കിരണിനെ വരിഞ്ഞു ചുറ്റി സ്നേഹിക്കാൻ തോന്നി അവൾക്ക്. കാവ്യ മോളെ, പതിയെയുള്ള വിളി. അന്ന സിസ്റ്ററാണ്. നിറഞ്ഞു വന്ന കണ്ണുകൾ അമർത്തി തുടച്ച് കാവ്യ അവരുടെ അടുത്തേക്ക് നടന്നു. കരയുവാണോ കുഞ്ഞ്? സന്തോഷിക്കേണ്ട സമയത്ത് ഇങ്ങനെ കണ്ണ് നിറയ്ക്കല്ലേ മോളെ. ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞ്, നിന്റെ മനസ്സ് കർത്താവ് ഒരിക്കലും കാണാതിരിക്കില്ല എന്ന്. നിനക്ക് നല്ലതേ വരുള്ളൂ. നിന്റെ ഡയാനമ്മയുടെയും കർത്താവിൻ്റെ അനുഗ്രഹം എന്നും നിന്റെ കൂടെയുണ്ട് മോളെ. അതുകൊണ്ടാ നിനക്ക് വന്നിരുന്ന സൗഭാഗ്യങ്ങളുടെ പങ്കുവറ്റാൻ ഞങ്ങൾക്കും കർത്താവ് അവസരം തന്ന്. ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന മോൾക്കൊപ്പം എന്നും ഉണ്ടാവും. സങ്കടപ്പെടാണ്ട് സന്തോഷമായി ജീവിക്കുഞ്ഞേ. കാവ്യ അവരെ കെട്ടിപ്പിടിച്ചു. അവരവിടെ ഇരുകവളിലും കൈ ചേർത്ത് തിരുനെറ്റിയിൽ ചുണ്ടു ചേർത്തു. കാവ്യ പതിയെ ചിരിച്ചു. എന്നിട്ട് എല്ലാവരെയും നോക്കി. അതെ, എന്തിനാ കരയുന്നു? സന്തോഷിക്കേണ്ട സമയാ. ഒത്തിരി നേരമായി വന്നിട്ട്? ആ, അല്പനേരമായി. ഞങ്ങൾ ഉടനെ പോകും മോളെ. അതെന്താ പെട്ടെന്ന്? പുതിയ ഫാദർ അല്പം സ്ട്രിക്റ്റാ. ഇത് തന്നെ കിരൺ മോർ റിക്വസ്റ്റ് ചെയ്തിട്ട് ആ ഫാദർ സമ്മതിച്ചു. ഫാദറിന് എല്ലാ കാര്യത്തിനും അദ്ദേഹത്തിൻ്റെ ആയ തോന്നലുകളാ. ഈ സന്തോഷം പോലും ഓർഫൻസിന്റെ മനസ്സിനെ ദുഃഖത്തിലാഴ്ത്തുന്ന ഫാദർ പറയുന്നു. ഇത്രയും വലിയ റിസോർട്ടിൽ ഒരിക്കലുണ്ടായ സന്തോഷം ഇനി അവർ പ്രതീക്ഷിക്കത്രേ. അതുകൊണ്ട് കുട്ടികളെ മാത്രമേ അദ്ദേഹം ഞങ്ങൾക്കൊപ്പം അയച്ചുള്ളൂ. ബാക്കിയുള്ളവർ ഭക്ഷണമൊക്കെ അവിടെ തന്നെ അറേഞ്ച് ചെയ്തു. ഇതിപ്പോൾ കുഞ്ഞു മക്കളല്ലേ, അവർക്കൊരു സന്തോഷം എന്നല്ലാതെ ആ കുരുന്ന് ഹൃദയങ്ങൾ അതിരി കടന്നൊന്നും ചിന്തിക്കില്ലായിരിക്കാം. അവരുടെ കാവ്യേച്ചിയുടെ വിവാഹ സൽക്കാരം അവർക്ക് എന്നൊരു ഓർമ്മയായിരിക്കട്ടെ. അതിന് മറുപടിയായി കാവ്യൊന്ന് ചിരിച്ചതേ ഉള്ളൂ. അവൾ പതിയെ കിരണിന്റെ അടുത്തേക്ക് നടന്നു. അവിടെ കാർത്തിയും കിരണും മത്സരിച്ച് ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണ്. റിസോർട്ടിന്റെ ഔട്ട് സൈഡിൽ കായലിനരികിൽ മനോഹരമായി പൂക്കൾ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്ത ഭാഗത്തായിട്ടാണ് ഭക്ഷണം ഒരുക്കിയിരിക്കുന്നത്. റൗണ്ട് ടേബിളിൽ വിരിച്ച തൂവെള്ള കോട്ടൺ ക്ലോത്തും വൈറ്റ് നിറത്തിലുള്ള ചേഴ്സും ടേബിളിൽ കത്തിച്ചു വെച്ച ക്യാൻഡിലും ഒക്കെ ആസ്വദിച്ചുകൊണ്ടാണ് എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണ്. ശിവനാഥ് മേനോനും ജയേന്ദ്രനും ശ്രീനിവാസനും എല്ലാവരെയും സൽക്കരിക്കുന്ന തിരക്കിലും. കോൺവെന്റിൽ നിന്ന് വന്നവരൊക്കെ എല്ലാവരോടും യാത്ര പറഞ്ഞ യാത്രയായി. കാർത്തിയെ കെട്ടിപ്പിടിച്ച് കാവ്യ കണ്ണു നിറച്ചു.
ആ കാഴ്ച എല്ലാവരിലും അല്പ വേദന വളർത്തിയെങ്കിലും മണിക്കൂറുകൾ പിന്നിട്ടതും കാവ്യ ഉഷാറോടെ കിരണിനൊപ്പം കൂടി. ഓരോരുത്തരെ അവരവരുടെ റൂമുകളിലേക്ക് ഫ്രഷ് ആവാനും മറ്റുമായി പോയി. ശിവനാഥ് മേനോനും ശ്രീനിവാസനും ജയേന്ദ്രനും അവരുടെ കലാപരിപാടികൾ ആരംഭിച്ചു. കണ്ണി കണ്ടതൊക്കെ വലിച്ചടിക്കുന്ന കൊള്ളാം. 4 കാലാണെങ്കിലും തിരികെ അവരവരുടെ റൂമിലേക്ക് എത്തിക്കൊള്ളണം. അല്ലാതെ കാലുവഴുതി വീണ് കായൽ മുങ്ങി ചാവരുത്. കുപ്പിയും ഗ്ലാസും വെള്ളവുമായി ടേബിളിന് ചുറ്റിയിരിക്കുന്ന മൂവരെയും നോക്കി കനകം പറയുമ്പോൾ ജയേന്ദ്രൻ തന്റെ ഭാര്യയെ നോക്കി കണ്ണുരുട്ടി. ഹോ, ഇവള് ഇന്നെങ്കിലും 2 എണ്ണം അടിച്ച് സ്വസ്ഥായിട്ട് ഉറങ്ങാന്ന് വെച്ചപ്പോ അവളുടെ ഒരു എണ്ണം കെട്ട വർത്താനം കാലി വീണ് ചാവും പോലും. ഒന്ന് പോ മനുഷ്യ, എനിക്ക് കഷ്ടകാല. നിങ്ങൾ അത്ര പെട്ടെന്നൊന്നും ദൈവം വിളിക്കില്ല. ആ ശ്രീടമ്മ 2 എണ്ണം അടിക്കുന്നുണ്ടോ? ഈ തമാശയൊക്കെ ഡെവലപ്പ് ആവുന്നേ. വാ. ശിവനാഥ് ഒരു ഗ്ലാസ് മദ്യം അവർക്ക് നേരെ നീട്ടി മാടി വിളിച്ചു. ഒന്ന് പോടാ, നീ നിന്റെ കെട്ടിയോളെ വിളിക്ക്. എന്നിട്ട് അവിടെ അണ്ണാക്കിലോട്ട് ഈ കുപ്പിയോട് അങ്ങ് കവിഴ്ത്ത്. അവിടെ തൻ്റെ കുറച്ചുകൂടെ ഡെവലപ്പ് ആവാനുണ്ട്. 2 മക്കളുടെ കല്യാണം ഒറ്റയ്ക്ക് നടത്തിയവളല്ലേ. സ്വന്തം തന്തയും തള്ളയും വരെ അവള് മറന്നു. ഒക്കത്തിന് കൂട്ട് നിൽക്കാൻ ഒരു തലതെറിച്ച കെട്ടിയവനും അഹങ്കാരിയായിട്ടുള്ള 2 മക്കളും. ഇനി ഗ്രാൻഡ് മാന്ന് വിളിച്ച് 2 എന്നെ മടിയിലേക്ക് കിടക്കാൻ വരട്ടെ. ഇങ്ങനെ പോയ 2 കെട്ടിയോളുമാർ പ്രസവിക്കുന്ന പോലും ഞാൻ അറിയത്തില്ല. അന്ന് നിങ്ങൾ കാണുമോ? ശിവനാഥ് ഒന്ന് കണ്ണിറുക്കിക്കൊണ്ട് ചോദിച്ചു. ഇല്ലടാ, ഞാൻ കാശിക്ക് പോവും. നീ വരുന്നോ? അതെങ്ങനെയാ? നീ കുടിച്ച് കരള് കാഞ്ഞു വെന്ത്. ഓ മതി മതി മതി. ദോ ആ വഴി നേരെ വെക്കോ. പോയി കിടന്നിറങ്ങു. ഓ. ശിവനാഥ് മേനോൻ കനകത്തിന് റൂമിലേക്ക് പോകാനുള്ള വഴി കാട്ടി കൊടുത്തു. അല്ല പിന്നെ ആരോഗ്യപരമായ മുന്നറിയിപ്പ്. ഇനിയുള്ള കുറച്ച് ഭാഗങ്ങൾ റൊമാൻസ് ആണ്. താല്പര്യമില്ലാത്തവർ ഈ ഭാഗം സ്കിപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒന്ന് നടക്കാനിറങ്ങിയതാണ് നീലാംബരി. കാവ്യയും കിരണും ഭക്ഷണം കഴിക്കാൻ നിർബന്ധിച്ചിട്ടും അവള് തേടിയത് ജാനെയാണ്. വെള്ളത്തിന് മുകളിലൂടെ തടിയിൽ നിർമ്മിതമായ ചെറിയൊരു ബ്രിഡ്ജ്. അതിന്റെ റെയിലിങ്ങിൽ ഇടതുകാൽ കയറ്റി വെച്ച് ആരോടോ ഫോണിൽ സംസാരിക്കുകയാണ് ജാൻ. അവനെയും നോക്കിയ ശേഷം രാത്രിയിലെ കായൽ ഭംഗി ആസ്വദിച്ച് അവൾ മുന്നോട്ട് നടന്നു. തണുത്ത കാറ്റിൽ ഇരു കൈത്തണ്ടയും ഒന്ന് കൂട്ടിത്തിരുമ്മി അവൾ ആകാശത്തേക്ക് നോക്കി. ഇടയ്ക്കിടക്ക് ആകാശത്തെ കീറി മുറിച്ചുകൊണ്ട് ദൂരെങ്ങോ പെയ്യുന്ന മഴയുടെ സൂചകമായി കൊള്ളിയാൻ മിന്നി മറയുന്നുണ്ട്. ഫോണിലാണെങ്കിൽ കൂടി ജാനിന്റെ നോട്ടം പോയത് നീലാംബരിയിൽ തന്നെയാണ്. കോള് കട്ടിയത് അവൻ മെല്ലെ അവിടെ അടുത്തേക്ക് നടന്നു. കുറെ ദൂരം നടന്നു അവൾ ചുറ്റുമും നോക്കി. ചുറ്റും തന്നെ ആരുമില്ല. മുന്നിൽ ഇരുട്ട് മൂടിയ കായലും ശബ്ദമില്ലാതെ തെളിയുന്ന മിന്നൽ പിണറും തണുത്ത കാറ്റും മാത്രം. മനസ്സിൽ ചെറിയൊരു ഭയം നിഴലിച്ച നിമിഷം വേഗത്തിൽ അവൾ തിരിഞ്ഞു. ദൈവമേ, വഴി തെറ്റിയോ? ഒന്ന് ഞെട്ടിത്തിരിഞ്ഞ് അവൾ മുന്നോട്ടാഞ്ഞതും ജാന്റെ നെഞ്ചിൽ തന്നെ അവൾ ചെന്നിടിച്ച് നിന്നു. അപ്പോഴാണ് അവൻ കൂടെ കൂടിയ വിവരം പോലും അവൾ അറിയുന്നത്. കുറുമ്പോടെയുള്ള അവന്റെ നോട്ടം കാണെ അവൾ അവനെ കണ്ണുകൾ കൊണ്ടൊന്ന് ഒഴിഞ്ഞു. ഒരു വൈറ്റ് ഷർട്ടും ബ്ലാക്ക് പാന്റും ബ്ലാക്ക് ഷൂവുമാണ് അവന്റെ വേഷം. അവനും അവളെ മൊത്തത്തിലൊന്ന് നോക്കി കണ്ടു. ഒരു വൈറ്റ് ചുരിദാറാണ് അവിടെയും വേഷം. കാറ്റിൽ പാറിപ്പറക്കുന്ന ഇടതൂർന്ന മുടിയും നെഞ്ചിൽ പതിഞ്ഞു കിടക്കുന്ന താൻ കെട്ടിയ താലിയും നെറുകയിലായി താൻ തൊട്ടുകൊടുത്ത മാഞ്ഞു തുടങ്ങിയ സിന്ദൂര ചുമപ്പും കാണെ അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി മിന്നി. തന്റെ സ്വന്തം നീലാംബരി ഈ ജാന്റെ സ്വന്തമായിരിക്കുന്നു, തന്റെ മാത്രം. ഒന്ന് ശ്വാസം വലിച്ചെടുത്ത് അവളിലേക്ക് കൂടുതൽ ചേർന്ന് നിന്നുകൊണ്ട് അവളെ അടുത്തുള്ള മരത്തിലേക്ക് അവൻ ചാരി നിർത്തി. അവന്റെ ചെവിക്ക് താഴെയായി മുഖം അടുപ്പിച്ചൊന്ന് ആഞ്ഞു മണത്തു. അവനിൽ നിന്ന് ഉയർന്നു കേട്ട അവന്റെ നിശ്വാസത്തിന്റെ ശബ്ദത്തിലും ചൂടിലും ശ്വാസത്തിലും ഗന്ധത്തിലും അവളൊന്ന് വിറച്ചുപോയി. ഒറ്റക്ക് നടക്കാൻ ഇറങ്ങിയതാണ് അതില. മുഖമുയർത്തി അവളുടെ മുഖത്തിന് അഭിമുഖമായി മുഖം ചേർത്ത് അവൻ പതിയെ ചോദിച്ചു. അവളിൽ അതേ കുറുമ്പ് നിറഞ്ഞു. ആ ചോദ്യം അത്ര ശരിയല്ലല്ലോ ജാൻ സാർ. കല്യാണം കഴിഞ്ഞിട്ടും കെട്ടിയ ഫോൺ കൊണ്ട് കിടന്ന ഭാര്യമാരൊറ്റക്ക് ചിലപ്പോൾ നടക്കാനിറങ്ങും. അവന് മുഖം കൊടുക്കാതെ അവനെ തള്ളി മാറ്റി കുറുമ്പോട് അവൾ പറഞ്ഞ് ഒന്ന് പുറകിലേക്ക് ആഞ്ഞു പോയവൻ അതേ സ്പീഡിൽ തിരികെ അവളിലേക്ക് ചേർന്നു. എനിക്കൊരു ഇമ്പോർട്ടന്റ് കോൾ വന്നാ എന്ത് ചെയ്യാനാന്നില്ല. നിന്റെ ഈ കെട്ടിയവനൊരു ബിസിനസ്മാൻ ആയിപ്പോയി, അതാ ഇത്ര തിരക്ക്. പതിയെ ചിരിച്ചുകൊണ്ട് മരത്തിലായ അവൾക്ക് ഇരുവശവും കൈവച്ചുകൊണ്ട് അവനും പറഞ്ഞു. ആ അപ്പൊ ഇയാൾ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം കിട്ടിയില്ലേ? ഇതാ ഞാൻ ഒറ്റയ്ക്ക് നടക്കാൻ കാരണം. ഞാൻ ബിസിനസ്മാൻ ആയതുകൊണ്ടോ? അവനെ നെറ്റി ഒളിഞ്ഞു. അല്ല, ഇയാളെ തിരക്കാരൻ എന്നെ കൂടെ കൂട്ടാത്തോണ്ട്. ആ അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഈ ഫോൺ ഞാൻ അങ്ങ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇന്നത്തെ രാത്രി എല്ലാ തിരക്കും മാറ്റിവെച്ച് ഞാൻ നിന്റെ കൂടെ ഇരിക്കാൻ പോവാ. അത് പിന്നെ ഇയാൾ ആരെന്തിനീ ഈ രാത്രി വിളിക്കാനുള്ളത്? ധൈര്യം ഉണ്ടെങ്കിൽ ഒരു 5 ദിവസം ഫുള്ളി ഫോൺ അങ്ങ് ഓഫ് ചെയ്ത് വെക്ക്. എന്താ പറ്റുമോ?
ഒരു കുഞ്ഞു വെല്ലുവിളി അവളുടെ സ്വരത്തിലും മുഖത്തും പ്രതിഫലിച്ചതും ഒരു ചിരിയോടെ ഫോണിൽ എന്തോ വേഗത്തിൽ ടൈപ്പ് ചെയ്ത് ആർക്കോ സെൻഡ് ചെയ്ത ശേഷം ജാൻ ആ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് പാന്റിന്റെ ഫ്രണ്ട് പോക്കറ്റിൽ തിരികൊണ്ട് നീലാംബരിയും നോക്കി. ശേഷം വേഗം തന്നെ അവളുടെ ഇരിടുപ്പിലുമായി പിടിമുറുക്കി അവൾ അവന്റെ ദേഹത്തേക്ക് ശക്തിയിൽ വലിച്ചടുപ്പിച്ചു. ഇരുവരുടെയും മരക്കെട്ടും മാറിടങ്ങളും പരസ്പരം ശക്തിയിൽ അമർന്നു. 5 ദിവസം ഫോൺ ഓഫ് ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷേ ഇനി അങ്ങോട്ട് നീ എൻ്റെ ഒപ്പമുള്ള എല്ലാ രാത്രികളിലും ഞാൻ എൻ്റെ ഫോൺ ഓഫ് ചെയ്തിരിക്കും. പോരെ? പെട്ടെന്ന് അവളിൽ എന്തെന്നില്ലാത്തൊരു നാണം വന്ന് മൂടി. മുഖമുയർത്തി നോക്കാതെ അവന്റെ ഷർട്ടിന്റെ ബട്ടൺ തുറന്നിടുന്ന ഭാഗത്തേക്ക് നോക്കി അവന്റെ മാറിലായി കൈവച്ച് അവൾ അങ്ങനെ നിന്നു. നില, എൻ്റെ കൂടെ കിടക്കുമോ? കാതിലായി ചോദിച്ച ശേഷം അവളുടെ ചെവിയുടെ താഴെയൊന്ന് ചുണ്ടു ചേർത്ത് മൃദുവായി മുത്തി അവൻ. കണ്ണുകൾ കൂമ്പിയടഞ്ഞ് അവളൊന്ന് മൂളിപ്പോയി. പറ, എൻ്റെ കൂടെ കിടക്കുമോ? എന്നെ കെട്ടിപ്പിടിച്ച് കിടക്കുമോ? അവൾ വീണ്ടും പതിയൊന്ന് മൂളി. അവനോടെ കഴുത്തിൽ മെല്ലെ ചുണ്ടുകൾ അമർത്തി. നീലാംബരി ഒന്ന് തോൾ വെട്ടിച്ചു. നാസികയിൽ തുളച്ചു കയറുന്ന അവന്റെ പെർഫ്യൂം സുഗന്ധം അവളെ തളർത്തി. അന്നേരം ഞാനൊന്ന് തൊട്ടോട്ടെ? അവന്റെ രഹസ്യം പോലെയുള്ള ആ ചോദ്യം. അവൾക്ക് ശബ്ദം പുറത്തേക്ക് വന്നില്ല. കിതപ്പടങ്ങിയ ഒരു നിശ്വാസം മാത്രം അവൾ മറുപടിയായി നൽകി. പറ നീലാംബരി, ഞാൻ തൊട്ടോട്ടെ? എവിടെ? വല്ലവിധനെയും ഞരങ്ങിക്കൊണ്ട് അവൾ ചോദിച്ചു പോയി. മറുപടി എന്നോണം അവന്റെ വലതുകൈ അവളുടെ ടോപ്പിന്റെ സ്ലീറ്റിനിടയിലൂടെ ഇടുപ്പിലേക്ക് അരിച്ചു കയറി. നീലാംബരി ശ്വാസമെടുക്കാൻ മറന്ന് നിന്നുപോയി. അവൾ ആ മരത്തിലേക്ക് കൂടുതൽ ചേർക്കപ്പെട്ടു. സ്വയം മധുരം നുണഞ്ഞുകൊണ്ട് അവൻ അവളുടെ ചുണ്ടോരം ചുണ്ടുമുട്ടിച്ച ശേഷം അവളുടെ കഴുത്തിലേക്ക് മുഖമണച്ചു. അവന്റെ കൈവിരലുകൾ ടോപ്പിനുള്ളിലൂടെ പുതിയ പാത തേടി അലഞ്ഞു. ആ കൈമുകളിലേക്ക് നുഴഞ്ഞു കയറി ഇന്നറിന് മുകളിലൂടെ അവളുടെ ഇടത്തെ മാറിലമർന്നു. അവളൊന്ന് ഏങ്ങിക്കൊണ്ടൊന്നുയർന്നു. ആ നിമിഷം അവളുടെ കഴുത്തിൽ നിന്ന് മുഖമുയർത്തി അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. എനിക്ക് തൊടണം, എല്ലാം തൊടണം. സമ്മതിക്കുക? പറഞ്ഞില്ല, സമ്മതിക്കോ? ഉമിനീരിറക്കാൻ കഴിയാതെ അവളുടെ തൊണ്ടക്കുഴി വറ്റി വരണ്ടു. ശരീരത്തിൽ ആകമാനം ഒരു വിറയൽ. കണ്ണിൽ തന്നെ നോക്കി നിൽപ്പാണവൻ അവളുടെ മറുപടിക്ക് വേണ്ടി. മുഖം വെട്ടിച്ചു മാറ്റുമ്പോഴത്രയും അവന്റെ മുഖം അവൾക്കൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരുന്നു. പിടക്കുന്ന കണ്ണുകളെ വരുതിയിലാക്കാൻ അവൾ കണ്ണുകളൊന്ന് മുറുക്കി അടച്ചു. അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവളുടെ ആ പിടപ്പും ആലസ്യവുമൊക്കെ ആസ്വദിച്ചുകൊണ്ട് തന്നെ അവളിലേക്കൊന്ന് അമർന്നു ജാൻ. നീലാംബരിയുടെ കണ്ണുകളൊന്ന് കൂമ്പി അടഞ്ഞു. ടോപ്പിന് മുകളിലൂടെ അവൾ അവൻ്റെ ബലിഷ്ഠമായ കയ്യിൽ പിടിമുറുക്കി തടഞ്ഞ നിമിഷം അവൻ കൈ പിൻവലിച്ചുകൊണ്ട് അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി പതിയെ കടിച്ചു നുണഞ്ഞു. ഉണ്ണിയേട്ടാ, വികാരം നിറച്ചുള്ള അവളുടെ വിളിയിൽ കാറ്റുപോലെ അവൻ മൂളി. റൂമിലേക്ക് പോകാം, ഇവിടെ ആരെങ്കിലും കാണും. പോവാന്നില്ല, എനിക്ക് നിന്നെ വേണമെന്നില്ല. എൻ്റെ മാത്രം നീ, എൻ്റെ മാത്രം. അവന്റെ മനസ്സിൽ കാലിയുടെ വെല്ലുവിളി മുഴങ്ങി കേട്ടു. ആ വെല്ലുവിളി തന്റെ സ്വപ്നത്തിൽ പോലും ഇനി വരാത്തവണ്ണം നീലാംബരിയെ തന്റെ ഉടലോട് അലിയിക്കാൻ അവന് തോന്നിപ്പോയി. തിരികെ അവളെയും കൊണ്ട് റൂമിലേക്ക് നടക്കുമ്പോൾ നിലയെ അവൻ മാറോടണച്ചു പിടിച്ചു. ജാൻ, ഡാ! പുറകിൽ നിന്നും കിരണിന്റെ വിളിയേട്ടാണ് ഇരുവരും തിരിഞ്ഞു നോക്കിയത്. ഡാ, ഞങ്ങളൊന്ന് നൈറ്റ് ഡ്രൈവിങ്ങിന് പോയിട്ട് വരാം. കാവ്യ കാണാതെ കണ്ണിറുക്കി കാണിച്ചുകൊണ്ട് കിരൺ പറയുമ്പോൾ കാവ്യക്കായി കിരൺ ഒരുക്കിയ അടുത്ത സർപ്രൈസ് ഇരുവർക്കും മനസ്സിലായി കഴിഞ്ഞിരുന്നു. പെട്ടെന്നാണ് അന്തരീക്ഷം മാറി മറിഞ്ഞത്. കാറിൽ കിരണിനോടൊത്ത് കാവ്യ വാതോരാ സംസാരിച്ചുകൊണ്ടിരുന്നു. പുറത്ത് കോരിച്ചൊരിയുന്ന മഴയും വീശിയടിക്കുന്ന കാറ്റും ഇടയ്ക്കിടയ്ക്ക് വന്ന് പതിക്കുന്ന മിന്നൽ പിണറും ഇടിമുഴക്കവും. കാറിന്റെ മുകളിൽ കയറി നേരം ബക്കറ്റിൽ വെള്ളം പിടിച്ച് ഒഴിക്കുന്ന പോലെയുണ്ട്. ഒന്നും കാണാൻ പറ്റുന്നില്ലൂടി കാവ്യ കൊച്ചേ. ഗ്ലാസ് വഴി പുറത്തേക്ക് സൂക്ഷിച്ചു നോക്കി കിരൺ പറയുമ്പോൾ കാവ്യ ഒന്ന് ചിരിച്ചു. ഇയാക്കലായിരുന്നു നൈറ്റ് ഡ്രൈവ് പോകാൻ തിടുക്കം. കാറിൽ ഇടവഴി ഇറങ്ങി മുന്നോട്ട് പോകുമ്പോൾ പുറത്ത് മഴയിലേക്ക് ഉറ്റുനോക്കിയിരുന്ന കാവ്യാകെ വല്ലാതെയായി. അവൾ വിശ്വസിക്കാനാവാതെ കിരണിനെ നോക്കി. കിരൺ അപ്പോഴും ചെറുപുഞ്ചിരിയോടെ ഡ്രൈവ് ചെയ്യുകയാണ്. കാർ ഒരു ഗേറ്റിന്റെ മുമ്പിൽ നിർത്തിയതും ആരോ ഒരു കുടയുമായി വന്ന് ഗേറ്റ് തുറന്നു കാറകത്തേക്ക് കാർ പോർച്ചിലായി നിർത്തി.
ഇറങ്ങണി. സ്വയം ഡോർ തുറന്ന് ഇറങ്ങുന്നതിനൊപ്പം കിരൺ കാവ്യയെ നോക്കി പറഞ്ഞു. കാവ്യ ഒന്നും മിണ്ടാതെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. താൻ ജനിച്ചു വളർന്ന വീട്, താനും അമ്മയും തന്റെ കാർത്തിയും. ഈ വീട് തനിക്ക് നല്ല ഓർമ്മകൾ മാത്രമല്ല സമ്മാനിച്ചിട്ടുള്ളത്. രണ്ടാനച്ഛന്റെ മുഖം ഓർമ്മ വന്നു. പല രാത്രികളിൽ ഇതുപോലെ കോരിച്ചൊരിയുന്ന മഴയിൽ അമ്മ തന്നെയും കാർത്തിയെയും പൊതിഞ്ഞു പിടിച്ച് മഴയിലേക്ക് ഇറങ്ങിയോടുന്ന രംഗം അവളുടെ മനസ്സിലേക്ക് ഓടി വന്നു. ആ ചേട്ടൻ പോയിക്കോ. പാന്റിന്റെ പോക്കറ്റിൽ നിന്നും പേഴ്സ് കയ്യിലെടുത്ത് അതിൽ നിന്ന് കുറച്ച് കാശ് എടുത്തു കൊടുത്തുകൊണ്ട് കിരൺ മുന്നിൽ നിൽക്കുന്ന മധ്യവയസ്കരെ നോക്കി പറഞ്ഞു. അയാൾ സന്തോഷത്തോടെ അതും വാങ്ങി മഴയിലേക്ക് ഉടയുമായി നടന്നകന്നു. ഇവിടെ അടുത്തുള്ള ചേട്ടനാ, കുറെ ദിവസമായി സേവനമാരായിരുന്നു. നീ എന്തെങ്കിലും വാങ്ങി തുറന്നിരിക്കുന്നത്? ദാ ചാവി, വാതിലുറക്കടി. അയാൾ കൊടുത്ത ചാവി കിരൺ കാവ്യക്ക് നേരെ നീട്ടിയതും വിറയാർന്ന കൈ നീട്ടി അവൾ അത് വാങ്ങി. കിരൺ തികച്ചും സ്വാഭാവികം എന്ന പോലെയാണ് പെരുമാറുന്നത്. അകത്തേക്ക് കടന്നു. അവിടെ കണ്ണുകൾ നിറഞ്ഞു. എല്ലാം പഴയ പോലെ, വർഷങ്ങളായി ആൾ താമസമുള്ള ഒരു വീട് പോലെ അടുക്കിലും ചിട്ടയിലും വൃത്തിയോടും കൂടി ഇട്ടേക്കുകയാണ്. അവൾ നിറകണ്ണുകളോടെ കിരണിനെ നോക്കി. പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ കിരൺ ഓരോന്നും പറയുകയാണ്. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.